അയ്യോ, അത് വോളിയം ബട്ടൺ പ്രസ്സായി അറിയാണ്ട് കട്ടായി. നിറവ് ബാബുട്ടൻ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷനാണ് തോന്നുന്നു. അവർ ചെയ്യുന്ന ഒരു സെൽഫ് സോളാർ വയ്ക്കുക, എനർജി ഒരു വീടിനകത്ത് ഒരു വീടിനെ എങ്ങനെ മെച്ചപ്പെടുത്തുക, ഇപ്പോൾ ഉള്ള ആനുകൂല്യങ്ങളൊക്കെ വീട്ടിലേക്കും വ്യക്തികൾക്കൊക്കെയാണ്. അപ്പോൾ ആ രീതിയിലൊരു വീടിനെ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റോ ഇല്ലെങ്കിൽ ഒരു വരുമാന പ്രവർത്തനത്തിൽ നമ്മുടെ വാർഡിൻ്റെ ഇല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനത്തെ എങ്ങനെ ഉത്തേജിപ്പിക്കാം. വളരെ സിമ്പിളാണ്. കേരളത്തിൻ്റെ എഡ്യൂക്കേഷണൽ നിലവാരം കേരളത്തിൻ്റെ ഒരു 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 വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കേരളത്തിൻ്റെ ഒരു കണക്ഷനും നെറ്റ്വർക്കൊക്കെ ഭയങ്കര ഭീകരമാണ്. അത്തരം ടെക്നോളജിക്കൽ പരിപാടികളും അത്തരം അറിവിനെയും പ്രാക്ടീസ് ചെയ്ത് പുതിയ പുതിയ ഉത്തരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വരുമാന പ്രവർത്തനത്തിൽ സ്ത്രീകൾക്ക് കുടുംബശ്രീ സംവിധാനത്തിനൊക്കെ ഈ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ 220 തോന്നുന്നു കുടുംബശ്രീ യൂണിറ്റുകളുടെ എണ്ണം. ആ 220 കുടുംബശ്രീക്ക് എത്ര വരുമാന പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന എത്ര യൂണിറ്റുകളുണ്ട് എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ അത് അവർക്ക് ഒരു മെൻറ്ററിങ് ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ, അതോ അത് നമ്മുടെ ഇപ്പോൾ ഈസി ഒറ്റ ക്ലിക്കിൽ സംരംഭം തുടങ്ങാൻ പറ്റുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഞാനോ സംരംഭങ്ങൾ അങ്ങനെ. അപ്പോൾ നമ്മുടെ ഒരു വരുമാന പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാൻ നമ്മൾ ഓരോ വാർഡിലും നമുക്ക് ഓരോ രേഖ ഉണ്ടാക്കാൻ പറ്റുമേ, വാർഡിൻ്റെ സാധ്യത വെച്ചുകൊണ്ട്. അത് ആളുകൾ ഉണ്ടായിക്കോട്ടെ, പറ്റുന്നവരെ ചെയ്തോട്ടെ. പാറ്റൻറ്റുകൾ ഒക്കെ നമുക്ക് സ്ത്രീകൾക്ക് കൊടുക്കുക. മുരളി തുമ്മാരം കൂടിയൊക്കെ പറയുന്ന പരിപാടി അടുത്തൊരു 20 കൊല്ലത്തിന് ശേഷമുള്ള തൊഴിലിലേക്ക് ഇപ്പോൾ തന്നെ പരിശീലനം കൊടുക്കുക. ഇപ്പോൾ ചൈനയൊക്കെ വാർഡ് തലത്തിൽ ഡിജിറ്റൽ പരിപാടികളൊക്കെ തൊഴിലുറപ്പ് പരിപാടി, തൊഴിലുറപ്പല്ല, അതൊരു എന്താണ് വീട്ടിനകത്ത് നടത്തുന്ന തൊഴിൽ പരിപാടിയാണ്. പക്ഷെ അവർ ഇലക്ട്രോണിക്സിലും മറ്റു പരിപാടിയിലൊക്കെ ചെയ്യുന്ന സാധനം ചൈന, ജപ്പാൻ അങ്ങനെ എല്ലാ രാജ്യത്തു നിന്നും. ഇപ്പോൾ മലേഷ്യ അങ്ങനെ വികസിച്ചു. ബാബു രാമേന്ദ്രൻ്റെ യൂട്യൂബ് ചാനൽ കാണണം കേട്ടോ, അത് രസമുള്ള മനുഷ്യനാണ്. നിസാരം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, അനന്തപത്മനാഭൻ, അവൻ രസമുള്ള മനുഷ്യനാണ്. വൈശാഖൻ തമ്പി ഭയങ്കര രസമുള്ള ഒരു യൂട്യൂബറാണ്, അധ്യാപകനാണ്, ഫിസിക്സുകാരൻ. മൈത്രേയൻ എനിക്കിഷ്ടമുള്ളൊരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. പോൾസൺ റാഫേൽ, ജെ ദേവിക, പിന്നെ ആരാ, പിന്നെ കുറേ രാജീവ് രവി, മാരി സെൽവരാജ്, അസർ ഫർഹാദിയുടെ ഫാനുണ്ടോ ഞാൻ, അയാളെ ഒരു രസമുള്ള ഫിലിം മേക്കറാണ്. ജോൺ എബ്രഹാം, ഓൾഡ് വെൽ, വഴിതെറ്റി നടന്ന മനുഷ്യർ, വീട് വിട്ടിറങ്ങിയ മനുഷ്യർ. ശരി, ഇപ്പോൾ ഇതിലെത്ര 3 മിനിറ്റ് കൂടിയായി. അപ്പോൾ നമുക്കിത് നിർത്താം, ബാക്കി എപ്പോഴെങ്കിലും ഞാൻ അടിക്കാം. അപ്പോൾ ഫൈറ്റ് ദ പവർ, അത്രേ ഉള്ളൂ. സ്നേഹം പരക്കട്ടെ. കുറച്ച് പാട്ട് പാടാം, കുറച്ച് മോശമാണ് എന്നാലും എനിക്കിഷ്ടമുള്ള വരികൾ വെറുതെ ചുമ്മാ പറയാം. നമ്മൾ ജനങ്ങൾ, വി ദ പീപ്പിൾ. ഓക്കെ. ഇവിടല്ലോ നമ്മളെത്ര പൊൻകിനാവിൻ വിത്തു നട്ടു, അതിനല്ലോ നമ്മളെത്ര ചോര കൊണ്ടു നീർ നനച്ചു. ഒരുപാടു ജീവിതങ്ങൾ ഈ നിലത്തിന് തിന്താനാ തിമിക താന തിന്തിനാനാ തകതാന തിന്താനാ തിമിക താന തിന്തിനാനാ തകതാന. വരികൾ പോയി. സി ശരത്ചന്ദ്രൻ്റെ ഒരു ഡോക്യുമെൻ്ററിയുടെ ഒരു അയാൾ ക്യാമറയും കൂടെ ഇങ്ങനെ നടന്ന മനുഷ്യനാണ്. ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടൂളാണ്. ഓക്കെ. അപ്പോൾ നിതീഷ് മുതുകാട് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. കാലത്തിൻ്റെ കാവ്യനിധിയാണ്, അതൊരു പൊയിറ്റിക് സ്പേസാണ്.
കമൻറ്റുകളിൽ നമുക്ക് കവിത രചിക്കാം. കാലമേ കാത്തു വയ്ക്കൂ, കവിത എഴുതാൻ എന്നെ ബാക്കി വയ്ക്കൂ. ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്നെ ഒന്നും ആരും കൊല്ലരുത് പ്ലീസ്. ഒരു പാട്ട് ഇവിടെ ഉണ്ടല്ലോ, പരിഷത്തിൻ്റെ സ്പേസിൽ എനിക്ക് കേട്ടോ. നൂറ് പൂക്കളെ നൂറ് നൂറ് പൂക്കളെ, അത് അത് SFI പാട്ടാണ്. എൻ്റെ ഒരു ഇടയ്ക്ക് VS അച്യുതൻ മരിച്ചപ്പോൾ അച്ഛനങ്ങനെ അച്ഛനങ്ങനെ TV കാണായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ മുണ്ടൂരിലാരാണോ ആ മുദ്രാവാക്യം വന്നത്. കണ്ണേ കരളേ VS ഞങ്ങളുടെ നെഞ്ചിലെ ചെന്താരകമേ. അച്യുതാനന്ദൻ്റെ ആത്മകഥ ആ മാത്യു തോമസ് അയാൾ എഴുതണം. ആത്മകഥ വരട്ടെ, അയാളത് സത്യം പറയട്ടെ, കുറച്ചുകൂടി സമൂഹം ജനാധിപത്യപരമാകട്ടെ. വയസ്സായ ആളുകളുടെ അനുഭവങ്ങൾ യങ്ങസ്റ്റ് മനുഷ്യർക്ക് കൊടുക്കുക. അവരൊരു ഉപദേശക സ്പേസിൽ നിന്നാൽ മതി. ഒരു 50 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ രാഷ്ട്രീയത്തിൽ നിന്നും എല്ലാം മാറിയിട്ട് അവരുടെ അനുഭവത്തെ യങ് ജനറേഷന് കൊടുക്കുക. അവരായിരിക്കണം പൊളിറ്റീഷ്യൻസ്, അവരായിരിക്കണം നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അവർക്കാണ് ഈ ടെക്നോളജിയും ഗൂഗിളും ഫോമും VR-ഉം AI-യും ജെമിനിയും ഇത്തരം സാധനങ്ങളുടെ ഒരു സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ഭയങ്കര ടെക്നോളജിക്കലി നമ്മുടെ കേരളത്തിൻ്റെ സാധ്യതകൾ ഭയങ്കര ഭീകരല്ലേ. ഭൂപരിഷ്കരണ നിയമം, മറ്റേ ഗ്രന്ഥശാല പ്രസ്ഥാനവും നവോത്ഥാന നായകന്മാർ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയും ഒക്കെ കളിച്ചിട്ട മണ്ണുണ്ടല്ലോ. പഞ്ചമി സ്കൂളിൽ പോയിട്ട്, അതായത് പിന്നെന്താ യുക്തിവാദി സംഘം, പൊതുവിദ്യാഭ്യാസ നയങ്ങൾ, പൊതുവിദ്യാലയങ്ങളുടെ ശക്തി, പിന്നെന്താ സാക്ഷരതാ പ്രവർത്തനങ്ങൾ. അങ്ങനെ കേരളം ഭയങ്കര ഭീകരത എന്നുള്ളത് ഭയങ്കര ഡബിൾ ഇൻവേർട്ടൊക്കെ ആവാം. ഭയങ്കര പൊട്ടൻഷ്യലുള്ള ഭയങ്കര രസമുള്ള ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം. മലയും കടലും പാലക്കാടിനെ പോലുള്ള സമതല പ്രദേശങ്ങളും ഒക്കെയുള്ള ഭയങ്കര ടൂറിസ്റ്റിക് അട്രാക്ഷനുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ വാസ്കോഡ ഗാമയും മറ്റേ ആളുകൾക്ക് എന്തിനാ സത്യത്തിൽ കേരളത്തിലോട്ട് വന്നേ? കുരുമുളകായിരുന്നു കാരണം. എന്തുകൊണ്ടാ? കുരുമുളക് അന്ന് ഇറച്ചിയും മറ്റും ഒക്കെ സൂക്ഷിക്കാനുള്ള പ്രിസർവേറ്റീവ് ആയിരുന്നു. അപ്പോൾ അറബികളായിരുന്നു കുരുമുളക് കച്ചവടത്തിൽ, അവരായിരുന്നു വില നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ യൂറോപ്യൻസോ അങ്ങനെയാണ് ഇവർ കപ്പലും കൊണ്ട് വന്ന് ഇവിടെ നിന്നുള്ള നാണ്യ വിളകളാണ് എടുത്തിട്ട് പോയത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇന്ത്യ ഒരു കോളനിയൊക്കെ ആയിരുന്നില്ലേ. ഇന്ത്യ എന്നുള്ള സമ്പത്തും ഇന്ത്യ എന്നുള്ള അറിവും എല്ലാ ആളുകളും ഊറ്റിയിട്ട് പോയിട്ടുണ്ട്, വിദേശികളായിട്ടുള്ള മനുഷ്യർ. നമ്മളവരെ ഇപ്പം മോശമായിട്ട് പറയില്ല. ശശി തരൂരൊക്കെ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ നമ്മൾ ഈ ലോക പൗരനോ വിശ്വമാനവികത എന്നൊക്കെ പറയുന്ന സാധനം, പാരിശുദ്ധികത, നമ്മൾ ഈ വേൾഡിനെ ബെറ്റർ ആക്കണം ഗൈസ്. നമ്മളെ കൊണ്ടേ പറ്റൂ, നമുക്കേ പറ്റൂ. ഓക്കെ, നിർത്താല്ലേ? പുറത്ത് മഴയുണ്ട്, മഴ കാണിച്ചു തന്നിട്ട് നമുക്ക് നിർത്താം. നൈസ്. സെയ്ലാൻ്റെ ഒരു വർക്കുണ്ട്, സെയ്ലാൻ നൂറിബി സൈലാൻ. അയാളുടെ വർക്കിൽ ഇങ്ങനത്തെ രാത്രിയിലൊരു ഭയങ്കര രസമുള്ളൊരു ഷോട്ടുണ്ട്. ഏതായിരുന്നു? വൺസ് അപ്പോൺ എ ടൈം ഇൻ അനറ്റോണിയ. എന്നാൽ ശരി, ടാറ്റ, ഗുഡ് മോർണിംഗ്, കാലേ വണക്കം. അപ്പോൾ ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസ്വരൂപവുമാവട്ടെ. ജനകീയ ജനാധിപത്യം വിജയിക്കട്ടെ.
പ്രാദേശിക സർക്കാരുകൾ അഴിമതിയുടെ വികേന്ദ്രീകൃത കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ കക്ഷികളുടെ ബിനാമി കരാറുകാരും ഉദ്യോഗസ്ഥരും ചേർന്നിട്ട് പൊതു ഫണ്ട് കൊള്ളയടിക്കുകയാണ്. ഇതൊന്നും ഇനിയും കണ്ടു സഹിക്കാൻ വയ്യ. മെച്ചപ്പെട്ട ഒരു ഭരണ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിയമപരമായി സാമൂഹ്യ പ്രവർത്തനം ചെയ്യണമെന്ന് കരുതുന്നു. എല്ലാവരും ഗ്രാമസഭയിലോട്ട് വരൂ,